ഇങ്ങോട്ട് അവിടെ വച്ചേക്കുവാ ഞാൻ. ഞണ്ടിനെ എടുക്കാൻ അറിയാൻ പാടില്ലാത്ത നീയൊക്കെ എന്താ അയ്യോ പേടിയാണ്. അപ്പൊ ഇതെന്തത്? ഞണ്ട് ഇതല്ല, ഇങ്ങനത്തെ അല്ല ഞാൻ കണ്ട ഞണ്ട്. പിന്നെ എങ്ങനത്തെ ഞണ്ട് ഇങ്ങനത്തെ ഉള്ളൂ. അല്ല, ഞാൻ മറ്റേ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അപ്പ വയ്ക്കാൻ അറിയാമോ ഞണ്ട്? ഈ പ്രായം തൊട്ട് ഞണ്ട് വയ്ക്കണമെന്നല്ലേ എന്നോട് പറഞ്ഞേ. അത് ഞാനേ അറിയാൻ പാടില്ലേ? അത് അമ്മ എന്ന് വെച്ചപ്പോ ഞാൻ കൂടെ നിന്നു. പിന്നെ ഇതിപ്പോ എങ്ങനെ ശരിയാക്കൂന്ന് പറ. നിനക്കറിയാമെങ്കിൽ പിന്നെ നീ വെച്ചാ പറ, നീ ഇതിന് മേടിക്കാൻ പറഞ്ഞവരോട്. അത് ഞാൻ വിചാരിച്ച ഇങ്ങനത്തെ ഞണ്ടിനെ കൊണ്ടുവരുന്നെന്ന്. ഞാൻ വിചാരിച്ച ഇത് തോടൊക്കെ പൊളിച്ചതായിരിക്കും. അതാ ഇങ്ങനത്തെ പാടുണ്ടായില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഇരിക്കണേ. ഇതിപ്പോ കറി വെച്ച് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താവുന്ന അതുനെ എന്തെങ്കിലും ചെയ്യും. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലേ ഒരെണ്ണത്തിന് എടുത്തു നോക്കട്ടെ ഞാൻ. എടുത്തു, ഞാനൊരെണ്ണത്തിന് എടുത്തോ നേരത്തെ. പഠിക്കോ? ഇങ്ങനെ അള്ളി പിടിക്കോ? ഇല്ലല്ലേ. ഇല്ല, ഇത് ചത്തതാ. കണ്ട ഇത് ഇങ്ങനെ ഇരിക്കുമ്പോ പേടിയാവുള്ളൂ. വേഗം കൊണ്ടാ. ഇതിന് കാണുമ്പോ പേടിയാവില്ല. ഇതിന് എങ്ങനെ കറി വെക്കും? കറി വെക്കണില്ലല്ലോ, ഇത് ഇതിനകത്തുള്ള എന്നെ കൊന്നെടുക്കണ്ടേ. കൊണ്ടുവാ കൊണ്ടുവാ. എന്നെ മേത്തോട്ട് ഇടുന്ന എന്തിനാ? ഇതൊരു കാര്യം ചെയ്യാം. ഇതിനകത്തുള്ള ജീവനുള്ള ഞണ്ടിനെ ആദ്യം നമുക്ക് കൊല്ലാം. എങ്ങനെ? നമുക്കൊരു വടിയെടുത്ത് അങ്ങ് തല്ലിക്കൊന്നാലോ? പിന്നെ വടിയെടുത്ത് തല്ലിക്കൊന്ന ഇതൊക്കെ പൊളിഞ്ഞുകൊണ്ട് ഇത് ഈ സാധനമൊക്കെ. ചേട്ടാ, ഈ സാധനമൊക്കെ ഇതെന്താ കളഞ്ഞിട്ട് തരാഞ്ഞ അവര്? അതാന്നേ കണ്ണ് മൂക്ക് പോയടി. കണ്ണുണ്ട്. ഇങ്ങനെ നന്നാക്കുന്നു. നീ അതിന് ഉത്തരവാദിത്വം പറയണ്ടായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് വലിയൊരു കല്ലെടുത്തിട്ട് ഇങ്ങനെ ഇടിക്കാം. ഇത് പൊളിഞ്ഞു നിൽക്കണം. ഇത് നമ്മള് വിചാരിച്ച പോലെയല്ല. കണ്ട ഭയങ്കര ശക്തിയാ. കല്ലെടുത്തിടിച്ചാലോ? ആ, കല്ലെടുത്തിടിക്കാം. ഇതിന്റെ അടുത്ത് ഇങ്ങനെ അകച്ചൂട്ടിട്ട് ഇനി ഇത് വെച്ചിടുമ്മേ. ഇത് തുറന്നു പിടിച്ച് കമ്പ് വെച്ച് അകത്ത് പോയി വാ. പണി ചെയ്ത് വെക്കണത്. വാ, ഇനി വലിയ കല്ല് അന്വേഷിക്കാം. നീ ഒരു കാര്യം ചെയ്ത് നിന്റെ ഫോണിൽ എന്താണ്ട് സാധനമൊക്കെ ഇല്ല, അതിനകത്ത് ഞണ്ട് കറി വെക്കണേ എങ്ങനെയാന്ന് ചോദിക്കും.